എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സർക്കിൾ മെഷേഴ്സിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ പിക്ചർ ഷോസ് ദ പാർട്സ് ഓഫ് എ സർക്കിൾ സെന്റേർഡ് അറ്റ് ഈച്ച് വേർട്ടെക്സ് ഓഫ് ആൻ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആൻഡ് പാസിംഗ് ത്രൂ ദ അതർ ടു വേർട്ടിസസ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? ഒരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. ഈക്വിലേറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോന്നിൻ്റെയും ഒരു വെർട്ടെക്സിൽ കോമ്പസ് കുത്തിയിട്ട് അല്ലെങ്കിൽ സെൻറ്റർ ആക്കിയിട്ട് അടുത്ത രണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന രണ്ട് വെർട്ടെക്സുകളെയും ജോയിൻ ചെയ്തുകൊണ്ടൊരു ആർക്ക് വരച്ചിരിക്കുന്നു. അത് ഒരു പോയിന്റിൽ. എന്ന പോലെ തന്നെ ഈ പോയിന്റിൽ കുത്തിയിട്ട് ഈ രണ്ട് വെർട്ടെക്സുകളെ ജോയിൻ ചെയ്തുകൊണ്ടൊരു ആർക്ക് വരച്ചു. എന്ന പോലെ ഈ വെർട്ടെക്സിനെ സെൻറ്റർ ആക്കിക്കൊണ്ടും ഒരു ആർക്ക് ഇവിടെ വരച്ചു. മനസ്സിലായില്ലേ? ഇതൊരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആണ്, ഇതും 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പം ഈ ഒരു ആർക്കിൻ്റെ റേഡിയസ് ആണിത് 4 സെൻറ്റിമീറ്റർ. എല്ലാ ആർക്കുകളുടെയും റേഡിയസ് 4 സെൻറ്റിമീറ്റർ തന്നെയാണ് അല്ലേ? ഒരു പോയിന്റിൽ കുത്തിയിട്ട് അടുത്ത രണ്ട് പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ വരയ്ക്കുക എത്രയാണ് കോമ്പസിൽ വരുന്ന അകലം നോക്കിയേ, 4 സെന്റിമീറ്റർ അല്ലേ വരണേ? അപ്പോൾ ഓരോന്നിൻ്റെയും റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. ഇനി സെൻട്രൽ ആംഗിൾ എത്ര വരണേ? സെൻട്രൽ ആംഗിൾ ഇതൊരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ 3 സ്ഥലത്തെയും ആംഗിൾ നമുക്കറിയാം 60 ഡിഗ്രി വീതം ആയിരിക്കും അല്ലേ? സമഭുജ ത്രികോണമാണ്. 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും, 60 ഡിഗ്രി വീതം ആയിരിക്കും. അപ്പൊ എന്തുണ്ടായി? നമുക്കിനി ആർക്കുകളുടെ നീളം മൊത്തം ഇതിന്റെ ചുറ്റളവാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്തുകൊണ്ട് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ? ഈ ഫിഗറിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു ആർക്കിന്റെ നീളം പ്ലസ് ഇത് ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഇത് 3ഉം ഈക്വൽ ആയിരിക്കും. ഈക്വലേറ്ററൽ ട്രയാങ്കിളുമേലാണല്ലോ വരച്ചിട്ടുള്ളത്, അതുകൊണ്ട് 3 ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു ആർക്കിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? ആർക്കിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ലെങ്ത് ഓഫ് ആർക്ക് ഈക്വൽസ് 2πr. അതായത് ഈ ആർക്ക് അടങ്ങുന്ന സർക്കിൾ ഉണ്ടാവുമല്ലോ, ആ സർക്കിളിന്റെ പെരിമീറ്റർ ആണ് 2πr ഇൻറ്റു എക്സ് ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി അല്ലേ? ഈ 2πr കിട്ടണമെങ്കിൽ നമുക്ക് 6 വേണം. റേഡിയസ് നമുക്ക് മനസ്സിലായി. എത്ര കോമ്പസിൽ എടുക്കുമ്പോഴാണ് ഈ ആർക്ക് വരച്ചിട്ടുള്ളത്? 4 സെന്റിമീറ്റർ എടുത്തിട്ടാണ് വരച്ചിട്ടുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ആർക്ക് ഉൾപ്പെടുന്ന ഒരു വലിയ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ 2πr എത്ര വരും? അതിൻ്റെ പെരിമീറ്റർ എത്ര വരും? 2 ഇൻറ്റു π ഇൻറ്റു 4 വരും അല്ലേ? ആർ എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 2 ഇൻറ്റു 4 8π സെൻറ്റിമീറ്റർ ആണ് വരിക. അപ്പം 8π ഇൻറ്റു എക്സ് ഡിഗ്രി എത്രയാണ്? അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എത്രയാണ്? എല്ലാത്തിൻ്റെ വരെ 60 ഡിഗ്രി തന്നെയാണ്. 60 ഡിവൈഡഡ് ബൈ 360. ഇതിലൊരു വട്ടം 60 പോയി, ഇതിൽ 6 പ്രാവശ്യവും പോയി. അപ്പോൾ 8/6π എന്ന് പറയുമ്പോൾ എത്ര വരും? 8ലും 6നെയും നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാൻ പറ്റും ഇല്ലേ? ഇതിൽ 4, ഇത് 3, 4/3π സെന്റിമീറ്റർ ആണ് ലെങ്ത്. ഒരു ആർക്കിന്റെ ലെങ്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ആർക്കിന്റെ ലെങ്ത് അല്ല, ഈ ഫിഗറിന്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് മൊത്തമാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? ചുറ്റളവ് എന്നാ പറഞ്ഞേക്കണത്, മുഴുവനും വേണം. അപ്പോൾ ഒരെണ്ണത്തിന്റെ ലെങ്ത് 4/3π ആണെങ്കിൽ 3 എണ്ണത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻറ്റു 3 ചെയ്യും. 3യും 3യും പോയി, ബാക്കി 4π സെന്റിമീറ്റർ ആണ് ഈ ഫിഗറിന്റെ പെരിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ലാസ്റ്റ് വൺ ആണ്, 5ാമത്തെ ചോദ്യം. പാർട്സ് ഓഫ് സർക്കിൾസ് ആർ ഡ്രോൺ സെന്റേർഡ് അറ്റ് ഈച്ച് വേർട്ടെക്സ് ഓഫ് എ റെഗുലർ ഒക്ടഗൺ ആൻഡ് എ ഫിഗർ ഈസ് കട്ട് ഔട്ട് ആസ് ഷോൺ ബിലോ. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ. കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. ഒരു റെഗുലർ ഒക്ടഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടഭുജം, 8 വശങ്ങളുള്ളതാണ്. റെഗുലർ ഒക്ടഗൺ ആവുമ്പോൾ എന്താ അർത്ഥം? 8 സൈഡുകളും ഈക്വൽ ആണ്. അതിൻ്റെ ഓരോ വെർട്ടെക്സുകളിലും സെൻറ്റേർഡ് അതിൽ കോമ്പസ് കുത്തിയിട്ടാണ്
ഈ ആർക്കുകൾ വരച്ചിരിക്കുന്നത്. അതായത് എത്രയാണോ അതിന്റെ സൈഡിന്റെ ലെങ്ത് അതിന്റെ പകുതിയാണ് അപ്പൊ റേഡിയസ് വരുന്നതെന്ന് അർത്ഥം. അപ്പൊ മൊത്തം ഇവിടം മുതൽ ഇവിടം വരെ എ ആണ് എങ്കിൽ a/2 ആണ് റേഡിയസ് എടുത്തിട്ടാണ് ഈ ഓരോ ആർക്ക് വരച്ചിരിക്കുന്നത്. ഓരോ വെർട്ടക്സിലും കുത്തിയിട്ടാണ് ഇങ്ങനെ ആർക്ക് വരച്ച് പോയിരിക്കുന്നത്. അങ്ങനെ എല്ലാം വരച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം മാച്ചുകളല്ല, ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ ഒരു രൂപം കിട്ടി. ഈ കിട്ടിയിരിക്കുന്ന രൂപത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് നമുക്ക് എളുപ്പല്ലേ, ഒരു ആർക്കിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ വരച്ചിരിക്കുന്ന 8 ആർക്കുകൾ വരച്ചിട്ടില്ലാത്ത ഒരു ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ചുറ്റളവ് കിട്ടും അല്ലേ. ഇത് 8 എണ്ണം ഉണ്ട്, ഇതിൽ 8 ആർക്കുകളുണ്ട്. എല്ലാ ആർക്കിനും ഒരേ റേഡിയസ് ആണ്, ഒരേ വലിപ്പമാണ്, ഒക്കെ ഒരേപോലെയാണ്. ഒരു ഒക്ടഗന്റെ ഉള്ളിൽ വരച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ഒരു ആർക്കിന്റെ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് 8 കൊണ്ട്, ഇനിയിപ്പോൾ ഒരു ഹെക്സഗന്റെ ഉള്ളിലാണ് വരച്ചതെന്ന് വെച്ചെങ്കിൽ അപ്പോൾ 6 എണ്ണം ഉണ്ടാവും. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായ? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ലെങ്ത് ഓഫ് ആൻ ആർക്ക് ആദ്യം കണ്ടുപിടിക്കുക. ഒരു ആർക്കിന്റെ കണ്ടുപിടിച്ചിട്ട് അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ നമുക്ക് കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് ആൻ ആർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അപ്പൊ അതിന്റെ ഫോർമുല ഇങ്ങോട്ട് എഴുതിക്കുക. 2πr ഇൻറ്റു എക്സ് ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ആണ് വേണ്ടത്. അപ്പൊ 2πr എന്ന് പറയുമ്പോൾ 6 വേണം. ഒക്ടഗന്റെ എന്തെങ്കിലും അളവ് തന്നിട്ടുണ്ടോ? ഒക്ടഗന്റെ ഒരു സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടി. റേഡിയസ് ഈക്വൽ 1 സെന്റിമീറ്റർ ആണ്. അത് ഇനി 1 ആയത്. ഹെക്സഗണിന്റെ മൊത്തം ഒരു സൈഡിന്റെ ലെങ്ത് ആണ് 2 സെന്റിമീറ്റർ. ഒരു സൈഡ് മൊത്തം റേഡിയസ് എടുത്തിട്ടാണോ വരച്ചിട്ടുള്ളത്? അല്ല, അതിന്റെ പകുതിക്കലാണ് വന്ന് നിൽക്കണേ അല്ലേ. പിന്നെ പകുതിയിൽ വന്ന് നിൽക്കണ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി റേഡിയസ് എത്രയാ? അതിന്റെ പകുതിയാണ്, 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2πr നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. 2 × π × 1 എന്ന് പറയുമ്പോൾ 2π കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എക്സ് ആണ് വേണ്ടത്. എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സെൻട്രൽ ആംഗിൾ ഓഫ് എൻ ആർക്ക്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടത്തെ ആംഗിൾ ആയിരിക്കും അല്ലെ. ഈ ആംഗിൾ ആണ്, കാരണം അതിൽ കുത്തിയിട്ടാണ് വരച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആ വെർട്ടക്സിൽ കുത്തിയിട്ടാണ് വരച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വെർട്ടക്സ് ആണ് അതിന്റെ സെന്റർ. അപ്പൊ അവിടെ വരുന്ന ആംഗിൾ ആണ് നമുക്ക് അറിയേണ്ടത്. ഈ ആംഗിൾ എത്രയെന്ന് അറിയണം. ഇതറിയണമെങ്കിൽ ഒരു റെഗുലർ ഒക്ടഗണിന് ഓരോ ആംഗിളും എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എത്ര ഡിഗ്രി വരണം അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ പോളിഗൺസിന്റെ ലെസണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരിക്കെങ്കിലും n-2 × 180 ഡിഗ്രി ആണ് ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ്. എത്ര ആംഗിൾസ് ഉണ്ടോ അത് മൊത്തം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന തുക സമ്മ് എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രി ആയിരിക്കും. n എന്ന് പറയുന്നത് ഈ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കും. അപ്പോൾ ഈ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എത്ര? ഇതൊരു ഒക്ടഗൺ ആണ്, അതുകൊണ്ട് 8 സൈഡുകളാണുള്ളത്. അപ്പൊ n എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - 2 × 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ 8 - 2 എത്രയാണ്? 6. അപ്പൊ 180നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1080 അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് 8 ആംഗിൾസ്. 8 ആംഗിൾ ഉണ്ട് ഈ ഒക്ടഗണ്. അതിനെ മൊത്തം കൂടി കൂട്ടിയ തുകയാണ് 1080 ഡിഗ്രിയാണ് സം ഓഫ് ആംഗിൾസ്. നമുക്ക് ഇതിന്റെ മൊത്തം ആംഗിൾസ് ഒന്നും വേണ്ട, നമുക്ക് ഒരൊറ്റ ആംഗിൾ മതി. അപ്പൊ അത് ഇനി കണ്ടുപിടിക്കുക. റെഗുലർ ഒക്ടഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? എല്ലാ സൈഡുകളും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ 8 ആംഗിളും കൂടി കൂട്ടുമ്പോൾ 1080 ഡിഗ്രിയാണ്. ഓരോ ആംഗിളും എല്ലാ ആംഗിളും ഈക്വലുമാണ്. അപ്പൊ അതറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഞാൻ എപ്പോഴും 180 എന്ന് പറയുന്നത് 1000. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒക്കെ മിസ്റ്റേക്ക് ഒക്കെ വരും കേട്ടാ. വല്ലതൊക്കെ പറയണത് അവര് ചിലപ്പോൾ എഴുതണത് അവരെ പറയാ. പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം, പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ തെറ്റി പോണതാണ്. അപ്പൊ ഈ 1080നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം 8 ആംഗിൾ ആണുള്ളത്, 8ഉം ഈക്വൽ ആണ്. ഒരു വട്ടം 2 28 3 പ്രാവശ്യം 24, ബാക്കി 4 40 5 പ്രാവശ്യം. അപ്പൊ 135 ഡിഗ്രി വീതമാണ് ഈ ഓരോ ആംഗിൾസ്. ഒന്നും നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ എക്സ് കിട്ടിയില്ലേ? 135.
അപ്പം നമ്മൾ വീണ്ടും ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിന് പകരം നമുക്ക് 1 സെൻറ്റിമീറ്റർ ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പം എത്ര കിട്ടി? 2 പൈ, 2 ഇൻറ്റു 1 2 പൈ ഇൻറ്റു എക്സ് ഡിഗ്രി. ഇപ്പം നമുക്ക് കിട്ടി 135/360. അപ്പം എത്ര വരും? ഇതിൽ രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് വെട്ടിക്കളയാൻ പറ്റും അല്ലേ. അപ്പം 5 എന്ന് പറയുമ്പോൾ ഇതിൽ 2 പ്രാവശ്യം 7 വട്ടം 27. പിന്നെ ഇതിൽ എത്ര വട്ടം പോകും? 5 36ലാണ് 7 പ്രാവശ്യം 72. ഇതിൽ രണ്ടിലും 2 പോവും. ഇതിലൊരു വട്ടം 72ലാണെങ്കിൽ എത്രയാ? 36 അല്ലേ. അപ്പം നമുക്ക് 27/36 കിട്ടി. ലാസ്റ്റ് എല്ലാം കൂടി ചെയ്തു തന്നു. ഇത്രയും പൈ 27/36. ഇനി ഇതിനെ ചുരുക്കാൻ പറ്റും. അയ്യോ, ഇതിൽ 2ൽ 9 കൊണ്ട് വെട്ടിക്കളയാൻ പറ്റില്ലോ അല്ലേ. 9 ഇതിൽ 3 പ്രാവശ്യം പോവും, 36 4 പ്രാവശ്യം പോവും ഇല്ലേ. അപ്പൊ നമുക്ക് 3/4 പൈ സെന്റിമീറ്റർ കിട്ടി. ഇത് എന്തുട്ടാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3/4 പൈ സെന്റിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ആൻ ആർക്ക്, ഒരു ആർക്കിന്റെ ലെങ്ത് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു രൂപത്തിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് അറിയേണ്ടത്. ഈ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർക്ക് മാത്രമല്ല, ഇതുപോലത്തെ 8 ആർക്കുകൾ ചേർന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു 8 ചെയ്യും. അപ്പൊ 4 8ല് 2 വട്ടം 2 ഇൻറ്റു 3 6 പൈ സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ള ഈ ഫിഗറിന്റെ പെരിമീറ്റർ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ആംഗിൾ ആൻഡ് ഏരിയ. ആംഗിൾ ആൻഡ് ലെങ്ത് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഒരു ആർക്ക് വന്നിട്ട് ആ ആർക്കിന്റെ സെൻട്രലിലേക്ക് വരുന്ന ആംഗിൾ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിളിന്റെ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അതാണ് ആർക്ക്. ആ ആർക്കും സെന്ററുമായിട്ട് അതിന്റെ 2 അറ്റങ്ങൾ യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് ആർക്ക്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ. ഈ ആംഗിളും ഈ ലെങ്ത്തും, ഈ ആംഗിളിന്റെ ലെങ്ത്തും തമ്മിലുള്ള ഒരു റിലേഷനും അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അതൊക്കെയായിരുന്നു. 360 ഡിഗ്രിയുടെ 360 ആണ് മൊത്തം വരെ. 360യുടെ എത്ര ഭാഗമാണ് ഇത്, അതുപോലെ തന്നെയായിരിക്കും മൊത്തം പെരിമീറ്ററിന്റെ അത്ര ഭാഗം തന്നെയായിരിക്കും മൊത്തം പെരിമീറ്ററിന്റെ ഈ ലെങ്ത്തും. അപ്പൊ അതാണ് നമ്മൾ ആംഗിൾ ആൻഡ് ലെങ്ത്തിൽ പഠിച്ചത്. ഇനി ആംഗിൾ ആൻഡ് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ ഒരു ആംഗിളും ഈ ഒരു ഏരിയയും എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന്റെ മാത്രം ഏരിയ എങ്ങനെയാ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് പറയുന്നത്. എ സെക്ടർ ഈസ് എ പോർഷൻ ഓഫ് എ സർക്കിൾ ഫോംഡ് ബൈ എൻ ആർക്ക് ആൻഡ് ദ 2 റേഡി ത്രൂ ഇറ്റ്സ് എൻഡ് പോയിന്റ്സ്. ഒരു ആർക്ക് അതിന്റെ 2 എൻഡ് പോയിന്റ്സ് തമ്മിൽ സെൻട്രലിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം കിട്ടി അല്ലേ. നമ്മൾ ഈ പിസയൊക്കെ അതിൻ്റെ ഇങ്ങനെ ഒരു പീസും നമ്മളിങ്ങനെ മുറിക്കണ പോലത്തെ അങ്ങനത്തെ ഒരു കഷ്ണം, അതിനെ പറയണ പേരാണ് സെക്ടർ. അപ്പൊ ഇങ്ങനെ ഒരു കഷ്ണത്തിന് എന്താ പറയാ? സെക്ടർ എന്നാണ് പറയുക. ഈ സെക്ടർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്? ഒരു ആർക്ക് എടുക്കും, ഒരു സർക്കിൾ, ആ സർക്കിളിലത്തെ ഒരു ആർക്ക് മാത്രം എടുക്കും, അതിൻ്റെ ആ പോയിന്റിലേക്ക് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ പറയണതാണ് എന്ത്? സെക്ടർ. The central angle of the arc is the central angle of the sector. ഈ ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാ? ഇവിടെയുള്ള ആംഗിൾ ആണ് അല്ലെ. അത് തന്നെയാണ് സെക്ടറിന്റെ ആംഗിള് അല്ലേ. ഇനി എന്താ പറയണേ? ആസ് എ സെൻട്രൽ ആംഗിൾ ഇൻക്രീസസ് ഏരിയ ഓഫ് ദ സെക്ടർ ഓൾസോ ഇൻക്രീസസ്. ഈ ആംഗിൾ കൂടി വരാണെങ്കിൽ സെക്ടറിന്റെ ഏരിയയും കൂടുന്നു അല്ലെ. ഇങ്ങനെ ഇരിക്കുന്നതിന് വരെ ഈ ആംഗിൾ ഇത്തിരി വലുതായിട്ടിരുന്നു. അതായത് ഇതിപ്പോ 60 ഡിഗ്രിയാണ്, അതിന് പകരം ഇതൊരു 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇത് കൂടും, ഏരിയയും കൂടും അല്ലെ. ഏരിയയും കൂടും, മാത്രമല്ല ആ ആർക്കിന്റെ ലെങ്ത്തും കൂടും. ഇവിടുത്തെ ആംഗിൾ കൂടുന്നതനുസരിച്ച് ആർക്കിന്റെ ലെങ്ത് കൂടും. അല്ലെങ്കിൽ അതിന് തിരിച്ചും പറയാം, ആർക്കിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഈ ഭാഗത്തെ ആംഗിളും കൂടും. അതൊക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. ഇനി ദ ഏരിയ ഓഫ് സെക്ടർ ഈസ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് സർക്കിൾ ആസ് എ ഫ്രാക്ഷൻ ഓഫ് 360 ഡിഗ്രി ദാറ്റ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ ഈസ്. അത് നമ്മൾ ആർക്കിന്റെ ലെങ്ത്തിൽ പറഞ്ഞില്ലേ, അത് 360 ഡിഗ്രിയുടെ എത്ര ഭാഗമാണോ ഈ സെൻട്രൽ ആംഗിൾ വരുന്നത്
അത്രയ്ക്ക് തന്നെയായിരിക്കും എന്ത് മൊത്തം ഈ സർക്കിളിൻ്റെ ഏരിയയുടെ ഈ സെക്ടറിൻ്റെ ഏരിയ. മനസ്സിലായില്ലേ? മൊത്തം സർക്കിളിൻ്റെ ഏരിയ എത്രയാണോ ആ മൊത്തം ഏരിയയുടെ എത്ര ഭാഗമാണ് ഈ സെക്ടർ വരുന്നത്, സെക്ടറിൻ്റെ ഏരിയ മാത്രം വരുന്നത്. അതായത് ഇതിപ്പോൾ ഇങ്ങനെ മൊത്തം ഒരു സർക്കിള്, ഈ സർക്കിളിൻ്റെ മൊത്തം ഏരിയയുടെ എത്ര ഭാഗമാണ് ഈ സെക്ടറിൻ്റെ ഏരിയ മാത്രം വരുന്നത് നോക്കാം. അതിന് ഈക്വൽ ആയിരിക്കും ഈ 360 ഡിഗ്രിയുടെ ഈ സെൻട്രൽ ആംഗിളും വരുന്നത്. നേരത്തെ മറ്റേ ആർക്കിൻ്റെ ലെങ്ത് പറഞ്ഞു, ആർക്കിൻ്റെ ലെങ്ത്തും ഈ എന്താ പറയുക ആർക്കിൻ്റെ ലെങ്ത്തിനോട് കൂടിയിട്ട് നമ്മൾ എന്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചുറ്റളവ് അല്ലേ, ചുറ്റളവിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതിന് പകരം ഏരിയ പറഞ്ഞു എന്ന് മാത്രം. മനസ്സിലായില്ലേ? സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ റേഡിയസ് ആയിട്ടുള്ള റേഡിയസ് ഇത് രണ്ടും ഈ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഈ ആർക്കിന്റെ രണ്ട് എൻഡ് പോയിന്റ്സ് തമ്മിൽ സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ എന്താണ്? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ. ഈ റേഡിയസ് ആർ ആയിട്ടുള്ള ഒരു സെക്ടർ, ഈ ഒരു സെക്ടർ ആണെന്ന് വിചാരിച്ചോ. ഈ സെക്ടറിന്റെ ഏരിയ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽസ് ആർ റേഡിയസ് ആയിട്ടുള്ള ഒരു സെക്ടറിന്റെ ഏരിയ ഓഫ് എ സെക്ടർ എത്ര വരുന്നേ? സാധാരണ സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണെന്ന് ആലോചിക്കുക. എന്താ? πr² ഇൻറ്റു എക്സ് ഡിഗ്രി. എക്സ് ഡിഗ്രി ആണ് ഈ സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി ആണ്. എക്സ് ബൈ എത്ര വരെ മൊത്തം? 360 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇതാണ് ഏരിയയും ആംഗിളും കൂടി വരുന്ന, ആംഗിൾ ആൻഡ് ഏരിയ വരുന്ന ഭാഗത്തിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുല. അതേസമയം ലെങ്ത് ആൻഡ് ആംഗിൾ വന്നപ്പോഴോ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ആർക്കിന്റെ ലെങ്ത് മാത്രം കണ്ടുപിടിക്കണ്ടോ. അപ്പൊ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണ്? ചുറ്റളവിന്റെ പെരിമീറ്ററിന്റെ ഫോർമുലയാണ്. അപ്പൊ എന്ത് ചെയ്യും? എന്താ എഴുതുക? 2πr ആണ് എഴുതാന്ന് മാത്രം. എക്സ് ബൈ 360 ഡിഗ്രിക്ക് വ്യത്യാസമൊന്നുമില്ല, ഇത് അങ്ങനെ തന്നെ. പക്ഷെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ πr² ഇടാം, ലെങ്ത് ആണെങ്കിൽ 2πr എഴുതാന്ന് മാത്രം. മനസ്സിലായില്ല? അപ്പൊ അത് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് അതനുസരിച്ചിട്ടുള്ള പ്രോബ്ലംസിന് നോക്കാം. ഇനി പേജ് നമ്പർ 151 ആക്ടിവിറ്റീസ് നോക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി? സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ തന്നെ നമുക്ക് എക്സ് ഡിഗ്രി എന്നല്ല. എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് എൻ ആർക്ക് എഴുതിയാൽ മതി കേട്ടാ. ഈക്വൽസ് 120 ഡിഗ്രി ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പൊ റേഡിയസ് തന്നു 3 സെന്റിമീറ്റർ. മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ രണ്ടെണ്ണം കിട്ടി. വാട്ട് ഈസ് ഏരിയ ഓഫ് എ സെക്ടർ? അങ്ങനെയാണെങ്കിൽ സെക്ടറിന്റെ ഏരിയ ആണ് നമുക്ക് അറിയണ്ടേ. ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ്. വാട്ട് ഈസ് ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെന്റിമീറ്റർ. അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദ സെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അതിന് ഏരിയ ഓഫ് ദ സെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ. πr² ഇൻറ്റു എക്സ് ഡിഗ്രി ഡിവൈഡഡ് ബൈ 360. അത് 6 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ π ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 120. അപ്പൊ എന്നിട്ട് ബുദ്ധിമുട്ട് ഡിവൈഡഡ് ബൈ 360. 9 36 4 പ്രാവശ്യം, 4 12 3 പ്രാവശ്യം, 3π² സെന്റിമീറ്റർ കിട്ടി. ഇത്രയുമാണ് ആ സെക്ടറിന്റെ ഏരിയ. അതിൽ ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ? സെൻട്രൽ ആംഗിൾ സെയിം തന്നെ. അപ്പൊ ഇനി വേറെ ഒരെണ്ണം കൂടി നമുക്ക് കണ്ടുപിടിക്കണം. സെൻട്രൽ ആംഗിൾ സെയിം തന്നെ, പിന്നെ റേഡിയസ് 6 സെന്റിമീറ്റർ. റേഡിയസിന് ചേഞ്ച് സംഭവിച്ചു. 3 സെന്റിമീറ്റർ എന്നുള്ളത് 6 സെന്റിമീറ്റർ ആയിട്ട് മാറി. 120 ഡിഗ്രി അത് തന്നെ, ആംഗിളിന് മാറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യുന്നു. π ഇൻറ്റു r² ആണ് മാറിയേക്കണത് അല്ലേ. ഇൻറ്റു 6 ഇൻറ്റു 6 ആയി മാറി.
120/360 വ്യത്യാസമൊന്നും ഇല്ല. 120 ഡിവൈഡഡ് ബൈ 3 12 പൈ ഉണ്ട് കേട്ടോ, പൈ ഇടാൻ മറക്കരുതോ. 12 പൈ സ്ക്വയർ സെന്റിമീറ്റർ ആയിട്ട് മാറി. അപ്പൊ നോക്കിയേ, ഏരിയ 3 എന്നുള്ളത് 6 ആയപ്പോ, സോറി ഏരിയ അല്ല റേഡിയസ് 3 സെന്റിമീറ്ററിൽ നിന്നും 6 സെന്റിമീറ്റർ ആയി മാറി. ഇരട്ടി ആയപ്പോ ഏരിയ 3 സെന്റിമീറ്ററിൽ നിന്ന് 12 ആയി, 4 ഇരട്ടിയായി. കണ്ട റേഡിയസ്, അതൊന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. റേഡിയസ് ഇരട്ടിയായപ്പോ ഏരിയ 4 ഇരട്ടിയായി. അതിൻ്റെ ഒപ്പം തന്നെ അതും ഇരട്ടിയാവുമെന്ന് വിചാരിക്കരുത്. ഏത് ഏരിയയും ഇരട്ടി തന്നെ ആവുമെന്ന് വിചാരിക്കരുത്. ഏരിയ 4 ഇരട്ടിയാണ് ആവുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദിസ് പിക്ചർ. ഈ പിക്ചറത്തെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടാ. ഇത്രയും ഭാഗത്തിന്റെ മാത്രം നമ്മളോട് ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക നോക്കിയേ. അതായത് ഇതിന്റെ ഉള്ളിലൊരു ഔട്ടർ സർക്കിൾ ഉണ്ട്, ഉള്ളിലൊരു ഇന്നർ രണ്ട് സർക്കിൾ ഉണ്ട്. പുറത്തൊരു വൃത്തമുണ്ട്, ഉള്ളിലൊരു വൃത്തമുണ്ട്. അപ്പൊ രണ്ട് സെക്ടറും അതുപോലെ തന്നെ വരുന്നുണ്ട്. ഒരു ഇന്നർ സെക്ടർ വരുന്നുണ്ട് അല്ലെ, ഒരു ഇന്നർ സെക്ടർ ഉണ്ട്. അതായത് ഇത് അതുമേ കൂടെ തന്നെ സെയിം ആംഗിളിൽ തന്നെയാണ് ഒരു ഔട്ടർ സെക്ടർ വരുന്നത്. നമ്മളോട് ഇതിന്റെ മാത്രമാണ് ഏരിയ കാണാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഈ ഇതിന്റെ മൊത്തത്തിലുള്ള വലിയ ഈ സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കണം. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ ചെറുതിന്റെ ഏരിയ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ചെറുതിന്റെ ഏരിയ വലുതിൽ നിന്ന് ഒരു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു, അപ്പൊ എന്താ ഇതിന്റെ മാത്രം കിട്ടിയില്ലേ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ആംഗിള് നമുക്കറിയണം, സെൻട്രൽ ആംഗിളും അറിയണം, റേഡിയസും അറിയണം. അത് രണ്ടിന്റെയും തന്നിട്ടുണ്ട്. വലിയ സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ചെറുതിന്റെ 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ കണ്ടുപിടിക്കല്ലേ വേണ്ട, ഈസി അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഔട്ടർ സെക്ടറിന്റെ ഏരിയ ഓഫ് ഔട്ടർ സെക്ടർ ഈക്വൽസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി ഡിവൈഡഡ് ബൈ 360. അപ്പൊ ഇതിന്റെ ആർ എന്ന് പറയുന്നത് എത്രയാ, 3 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ അതായത് എക്സ് എന്ന് പറയുന്നിരിക്കുന്നത് 120 ഡിഗ്രി ആണ്. നിങ്ങൾ എക്സ് എന്ന് എഴുതരുത് കേട്ടാ, സെൻട്രൽ ആംഗിൾ ഓഫ് ദ സെക്ടർ എന്ന് എഴുതി വെച്ചോളൂ, 120 ഡിഗ്രി. അപ്പോ നമുക്കിനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു 3 ഇൻറ്റു 3 ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 360 3 ഈക്വൽസ് 3 പൈ സ്ക്വയർ സെന്റിമീറ്റർ ആണ് മൊത്തം ഈ ഔട്ടർ സെക്ടറിന്റെ ഏരിയ കിട്ടി. ഇനി ഇത് ഏരിയ ഓഫ് ഇന്നർ സെക്ടർ എത്ര വരാ, അതിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ആംഗിളിന് മാറ്റമൊന്നുമില്ല, അത് 120 ഡിഗ്രി തന്നെയാണ്. അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെ വരാ, പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 360 തന്നെയാണ്. അപ്പൊ പൈ ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 3 വട്ടം. അപ്പൊ എത്ര വരാ, 2 ഇൻറ്റു 2 4/3 പൈ സ്ക്വയർ സെന്റിമീറ്റർ ആണ് വരുന്നത്. ഔട്ടർ സെക്ടറിന്റെ ഏരിയയും കിട്ടി, ഇന്നർ സെക്ടറിന്റെയും കിട്ടി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, അതിൽ നിന്നും ഔട്ടറിന്റെ ആണ് വലുത് അല്ലെ, അതിൽ നിന്നും ഈ ഇന്നർ സെക്ടറിന്റെ കുറയ്ക്കണം. 3 പൈ മൈനസ് 4/3 പൈ. ഔട്ടർ സെക്ടറിന്റെ ഏരിയ ആണ് 3 പൈ. 3 പൈയിൽ നിന്നും ഇന്നറിന്റെ ആണ് 4/3 പൈ. ഇത് മൈനസ് ചെയ്യണം. 3 പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ചെയ്തപ്പോൾ അതായത് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 9.42 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. എന്ന പോലെ ഇത് ചെയ്യുകയാണെങ്കിലോ 4 കൊണ്ട് പൈനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4/3 പൈ എന്ന് പറയുമ്പോൾ 4 പൈന്റെ വാല്യൂ 3.14 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 അതായത് 1256. അപ്പോൾ പോയിന്റ് ഇട്ട് വരുമ്പോൾ 12.56 വരും. 12.56ന് ബൈ 3 ഉണ്ട്, ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരാ, 4186666 അങ്ങനെയായിട്ട് പോകും. അപ്പോൾ 2 ഡിജിറ്റ് നീക്കുമ്പോൾ 4.1866. അപ്പം അതിനെ നമുക്ക് 19 എഴുതാം, അവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ ആണ്
ഇന്നർ സെക്ടറിന്റെ ഏരിയ വരുന്നത്. അപ്പോൾ ഔട്ടർ സെക്ടറിന് കിട്ടി, ഇന്നർ സെക്ടറിന് കിട്ടി. ഇത് രണ്ടും കൂടി നമുക്ക് മൈനസ് ചെയ്യാം. 9.42 മൈനസ് 4.19 ഇങ്ങനെ മൈനസ് ചെയ്യാം. ഈക്വൽസ് 5.23 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണതിന് പകരം നമുക്ക് ഔട്ടർ സെക്ടറിന്റെ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 3 പൈ ആയിരുന്നു. പിന്നെ ഇന്നർ സെക്ടറിന്റെ കിട്ടിയത് എത്രയായിരുന്നു? 4/3 പൈ ആയിരുന്നു. ഇങ്ങനെ മൈനസ് ചെയ്യാം. ഇങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരാ? ഇതിപ്പോൾ അടിയിൽ 1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 9 പൈ മൈനസ് 4 × 1 4 പൈ ഡിവൈഡഡ് ബൈ 3 × 1 3. അറിയില്ലേ? ഫ്രാക്ഷൻസ് മൈനസ് ചെയ്യാനൊക്കെ അറിയില്ലേ? അത് 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അല്ല 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 9 പൈയിൽ നിന്ന് 4 പൈ പോകുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 5 പൈ കിട്ടും. ഡിവൈഡഡ് ബൈ 3 വരും. ഇത്രയും ആണ് ഉത്തരം വരാം. ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ പിന്നെ പൈൻ്റെ വാല്യൂ ആയിട്ട് 5 മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊരു ഒറ്റ വട്ടം ചെയ്താൽ മതിയോ. മറ്റേത് പറഞ്ഞാൽ ആദ്യം പൈ കൊണ്ട് ഇൻറ്റു ചെയ്തു, ഉത്തരം കണ്ടുപിടിച്ചു, പിന്നെ വീണ്ടും 4നെ പൈ കൊണ്ട് ഇൻറ്റു ചെയ്തു, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് മൈനസ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യണം. കുറേ ക്രിയകൾ ചെയ്യാണ്ട്. ഇതാകുമ്പോൾ ഒരൊറ്റ അടിക്ക് ഉത്തരം കിട്ടി. 5നെ 3.14 കൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് 3 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇവിടെ എന്താ ചെയ്തെന്ന് ഇതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായില്ലേ? ഫ്രാക്ഷൻസ് തമ്മിൽ മൈനസ് ചെയ്യാനും വരും അല്ലെങ്കിൽ പ്ലസ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഇങ്ങനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആദ്യം ഇത് തമ്മിൽ ഇൻറ്റു ചെയ്തു. അപ്പോൾ 3ഉം 3ഉം കൂടിയിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ 9 പൈ വന്നു. മൈനസ് പിന്നെ 4ഉം ഈ 3ന്റെ അടിയിൽ നമ്പേഴ്സ് ഒന്നുമില്ല. ഇതൊരു ഓൾ നമ്പർ ആണ്, ഫ്രാക്ഷൻ അല്ല. അപ്പോൾ ആ ഓൾ നമ്പേഴ്സിന്റെ അടിയിൽ നമ്മൾ എത്രയാണെന്ന് വിചാരിക്കുക? 1 ഉണ്ട് എന്നാണ് ഡിനോമിനേറ്റർ. അപ്പോൾ ആ 1ഉമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. 4 × 1 4 പൈ ഓൾ ഡിവൈഡഡ് ബൈ പിന്നെ ഈ അടിയിൽ എടുക്കുന്ന ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്തതാണ് ഇവിടെ താഴെ ഇടേണ്ടത്. 3 × 1 3 വന്നു. അങ്ങനെ 9ൽ നിന്ന് 4 പോയപ്പോൾ 5 പൈ കിട്ടി. 5 പൈ ബൈ 3 ഇതിനെ ചെയ്യുകയാണെങ്കിൽ ഈ ഉത്തരം തന്നെ കിട്ടും. 5.23 തന്നെ വരും. മനസ്സിലായോ?